ഇനി സംസ്ഥാനത്തെ മഴയുടെ കാര്യങ്ങൾ നോക്കാം. പലരും പറയുന്നുണ്ട് പലയിടങ്ങളിലും അതിശക്തമായ മഴ തുടരുകയാണ് എന്നത് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെയും മുന്നറിയിപ്പുള്ളത്. കോഴിക്കോട് കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറ്റ്യാടിയിൽ നിർത്തിയിട്ട കാറിനും ലോറിക്കും മുകളിലേക്ക് പോസ്റ്റ് വീണു. കുറ്റ്യാടി അടുക്കത്ത് നീളംപാറയിൽ വീടിന് മുകളിൽ തെങ്ങ് വീണു. കുട്ടികളടക്കം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. വിലങ്ങാട് ഉരുട്ടി ഭാഗത്ത് വൻ ചുഴലിക്കാറ്റ് വീശി പ്രദേശത്ത് നിരവധി മരങ്ങൾ കടപുഴകി. താമരശ്ശേരി ചുരം 4-ാം വളവിൽ കാറ്റിൽ മരം വീണു. 9-ാം വളവിന് താഴെ റോഡിലേക്ക് പാറക്കല്ല് പതിച്ചതിനാൽ ഗതാഗതം തടസ്സപ്പെട്ടു. ശക്തമായ നീരൊഴുക്കുള്ളതിനാൽ കക്കയം ഡാമിന്റെ 2 ഷട്ടറുകൾ ഉയർത്തി. വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായാന്തോടും കോഴിക്കോട് നിന്ന് ദൃശ്യ പുതിയടത്തുമാണ് ചേരുന്നത്. അത് നമുക്ക് ദൃശ്യയിലേക്ക് പോകാം. ദൃശ്യ, വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ കോഴിക്കോട് ജില്ലയിലായാലും വടക്കൻ ജില്ലകളിലായാലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ്. കണ്ണൂരൊക്കെ ഒരു മരണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നത്തെ സാഹചര്യം എന്താണ് ദൃശ്യ? ശക്തമായ മഴ തന്നെ തുടരുകയാണോ? അമൃത, തീർച്ചയായും ഈ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമായി തന്നെ തുടരുകയാണ്. അതിൽ പ്രധാനമായി പറയേണ്ടത് മലയോര മേഖലകൾ തന്നെയാണ്. മലയോര മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ മഴ ശക്തി പ്രാപിക്കുന്നതിൻ്റെ കൂടെ തന്നെ മഴക്കെടുതികൾ രൂക്ഷമാകുന്നത് ഈ മലയോര മേഖലകളിൽ തന്നെയാണ്. ഈ കക്കയം ഡാമിൽ ഇന്നലെ രാത്രി മുതൽ അവിടെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഈ വെള്ളം തുറന്നു വിടുന്ന ഒരു മുന്നറിയിപ്പൊക്കെ ഇന്നലെ രാത്രി മുതൽ തന്നെ അവിടെ സമീപ പ്രദേശങ്ങളിലുള്ളവർക്ക് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ 5 മണിയോടെ കക്കയം ഡാമിലെ 2 ഷട്ടറുകൾ ഉയർത്തിയത്. കാലടിയോളമാണ് ഉയർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സമീപ പ്രദേശങ്ങളിൽ ഈ കക്കയം ഡാമിൽ നിന്ന് പോകുന്ന പുഴകളിലും മറ്റു സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെ നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് മാറി താമസിക്കുന്നവർക്ക് ഇത് ബാധിക്കുന്നവർ മാറി താമസിക്കണം എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ, മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ഈ കുറച്ച് ദിവസങ്ങളായി മഴ പെയ്യുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ കുറ്റ്യാടിയിലായിരുന്നു ഏറ്റവും കൂടുതൽ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇന്നും പതിവ് പോലെ തന്നെ കഴിഞ്ഞ ദിവസം ശക്തമായി ഇന്നലെ മുതൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ കുറ്റ്യാടിയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ മഴക്കെടുതികൾ ഇന്നും നമുക്ക് പറയാനുള്ളത്. ഈ പല സ്ഥലങ്ങളിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടാതെ തന്നെ വാഹനങ്ങൾക്ക് മുകളിലും വീടിന് മുകളിലും ഒക്കെ മരം വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. കോഴിക്കോട് കുറ്റ്യാടിയിൽ നിർത്തിയിട്ട കാറിനും ഈ ബൈക്കിനും ഇത് കൂടാതെ തന്നെ ലോറിക്ക് മുകളിലൊക്കെ മരം വീണ് ആളുകൾക്ക് ഈ പരിക്കൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം ഇന്നലെ രാത്രിയായിരുന്നു ഈ മരം വീഴുന്നൊരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയൊക്കെ ഈ പ്രദേശത്ത് ശക്തമായി തന്നെ മഴ തുടരുകയായിരുന്നു. ഇതിനിടയിലാണ് പലയിടത്തും മരം വീണത്. എന്നാൽ ഈ രാത്രി ആയതുകൊണ്ട് തന്നെ ഈ വലിയൊരു ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. ഇതുകൂടാതെ അടുക്കത്ത് നീളംപാറ കമലയുടെ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണിരുന്നു. അതും ഇന്നലെ രാത്രിയോടെയായിരുന്നു സംഭവിച്ചത്. കുട്ടികൾ അടക്കം ഉണ്ടായിരുന്ന വീടാണ്. കുട്ടികൾ പഠിക്കുന്ന സമയമായിരുന്നു. തൊട്ടപ്പുറത്തേക്ക് മാറിയാണ് തെങ്ങ് വീണത് കൊണ്ട് തലനാരിഴക്കാണ് ഈ കുട്ടികളടക്കം രക്ഷപ്പെട്ടത്. എന്തായാലും കുറ്റ്യാടിയിൽ ഈ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ തവണ ഈ പറഞ്ഞതുപോലെ മണ്ണൊലിച്ചിലൊക്കെ ഉണ്ടായ ഒരു പ്രദേശം കൂടിയാണ്. അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഈ പ്രദേശത്തും നൽകിയിട്ടുള്ളത്. കൂടാതെ തന്നെ ഇന്നലെ ഈ കട്ടിപ്പാറ മണ്ണാത്തിയേറ്റ് മലയിൽ ഈ മണ്ണൊലിച്ചിൽ ഉണ്ടായിരുന്നു. വലിയ പാറകളടക്കം താഴേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് 21ഓളം കുടുംബത്തെയാണ് ഇന്നലെ ആ പ്രദേശത്ത് നിന്നും മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. ഇന്നും തൽസ്ഥിതി തന്നെ തുടരുകയാണ്. അവിടെ കർശന പരിശോധനകളും മറ്റുമൊക്കെ നടക്കാനുള്ള സാഹചര്യത്തിൽ പ്രദേശത്ത് നിന്ന് ഇന്നും ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന ഒരു സ്ഥിതി തന്നെയാണുള്ളത്. കൂടാതെ ഈ വിലങ്ങാട് ഈ പറഞ്ഞതുപോലെ മുണ്ടക്കൈ ദുരന്തമൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ തവണ ഇതേപോലെ വിലങ്ങാടും വലിയൊരു ദുരന്തം ഉണ്ടായൊരു പ്രദേശമാണ്. അവിടെ ഇന്നലെയും ഇന്നു പുലർച്ചെയുമായി മിന്നൽ ചുഴലി ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കോഴിക്കോട് വിലങ്ങാട് ഉരുട്ടി ഭാഗത്താണ് വലിയ രീതിയിലുള്ള മിന്നൽ ചുഴലി ഉണ്ടായത്. വലിയ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. കൂടാതെ തന്നെ പാറക്കടവ്, വാണിമേൽ, മൊകേരി, നാദാപുരം തുടങ്ങിയ ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഇന്ന് പുലർച്ചയോടെ കാറ്റ് വീശിയിരുന്നു. പ്രദേശത്തെ നിരവധി മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. 15ഓളം വീടുകൾക്ക് ഈ മരങ്ങൾ കടപുഴകി വീണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ താമരശ്ശേരി ചുരത്തിൽ ഈ പറഞ്ഞതുപോലെ മരങ്ങൾ കടപുഴകി വീണ് തന്നെ ഗതാഗത തടസ്സം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ചുരം സംരക്ഷണ സമിതിയൊക്കെ ചേർന്നാണ് ആ പ്രദേശത്തെ മരങ്ങളൊക്കെ തന്നെ ഈ ചുരത്തിലേക്ക് വീഴുന്ന മരങ്ങളൊക്കെ തന്നെ മുറിച്ചു മാറ്റുന്നത്. കൂടാതെ 9-ാം വളവിന് ഈ ഇടുങ്ങിയ ഭാഗത്തേക്കൊരു പാറക്കല്ല് വീണ് ഇന്ന് പുലർച്ചയോടെ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഫയർഫോഴ്സ് ഒക്കെ എത്തിയാണ് ഈ പാറ അവിടുന്ന് മാറ്റാനുള്ള ശ്രമം നടത്തിയത്. നേരിയ തോതിൽ ഗതാഗത തടസ്സവും ഉണ്ടായിരുന്നു. എന്തായാലും ഈ മലയോര പ്രദേശങ്ങളിലൊക്കെ തന്നെ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ മഴക്കെടുതികളും രൂക്ഷമാകുന്നൊരു സ്ഥിതി കൂടിയാണുള്ളത്. അമൃത.